فذرهم حتى يلاقوا يومهم الذي فيه يصعقون يوم لا يغني عنهم كيدهم شيئا ولا هم ينصرون أيها الناس أوصيكم وإياي أولا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധി വിലക്കുകൾ ഏറെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതൊരു വിശ്വാസിയും അള്ളാഹുവിന്റെ കാരുണ്യവും സഹായവും സദാ നേരത്തും പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചുമാണ് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് അവന്റെ അന്നം തേടി തൊഴിൽ തേടി വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലി എന്റെ കുടുംബത്തിന് വേണ്ട അന്നം അതെവിടെയാണെങ്കിലും പടച്ച റബ്ബേ എന്റെ കയ്യിൽ അത് സുഗമമായി എത്തിച്ചു തരണേ എന്ന നിയ്യത്തിൽ ബിസ്മി ചൊല്ലി പുറപ്പെടുന്നവനാണ് വിശ്വാസി. അവന്റെ കാര്യങ്ങളിൽ, അവന്റെ മനസ്സിലുള്ള സങ്കടങ്ങളിൽ, പ്രതീക്ഷകളിൽ അല്ലാഹു തആല സഹായിക്കും, അല്ലാഹു എന്റെ കൂടെയുണ്ടാകും, റബ്ബിന്റെ ഒരു സഹായം എനിക്കുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ സദാ നേരത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായം ആർക്കാണ് ലഭിക്കുക? അല്ലാഹ് ആരെയാണ് സഹായിക്കുക? അദൃശ്യമായ മാർഗത്തിൽ നമ്മുടെ യാതൊരു ഇടപെടലുകളും ഇല്ലാതെ നമ്മൾ കാണാത്ത മറഞ്ഞ വഴികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ആ റബ്ബിന്റെ സഹായം അല്ലാഹു തആല ആർക്കാണ് നൽകുക? പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ആരാണോ, ആരുടെ മനസ്സിലാണോ അല്ലാഹു തആലയെ കുറിച്ച് പേടിയുള്ളത്, റബ്ബിനെ ഏതൊരു മനുഷ്യനാണോ ഭയപ്പെടുന്നത്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നാണ്. പടച്ചോനെ പേടിയുള്ള വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രശ്നങ്ങളിൽ നിന്നും, ഓരോ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് പുറത്ത് കൊണ്ടുവരും എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, മറ്റൊന്ന് അല്ലാഹു തആലക്ക് നമ്മൾ നൽകുന്ന ആരാധന കർമ്മങ്ങളാണ്. ഈ ആരാധന കർമ്മങ്ങളിൽ പലപ്പോഴും പല അബദ്ധങ്ങളും, പല പ്രശ്നങ്ങളും, പല വീഴ്ചകളും സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആരാധന കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്താൻ സാധിക്കുന്നില്ല. അല്ലാഹു തആലയുമായുള്ള ബന്ധത്തിൽ അതിൽ കൃത്യത പുലർത്താൻ സാധിക്കുന്നില്ല. കുടുംബരംഗത്ത് വീഴ്ചകളും വിള്ളലുകളും വരുന്നു. കുടുംബ ബന്ധം ശരിയായി നിലനിർത്താൻ സാധിക്കുന്നില്ല. ഇതൊക്കെ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ ചുറ്റിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം നമ്മൾ അല്ലാഹുവിനെ ഭയക്കുന്നവരായി, പടച്ചവനെ പേടിക്കുന്നവരായി കൊണ്ട് മാറുക എന്നുള്ളതാണ്. അങ്ങനെ പടച്ചവനെ പേടിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള സഹായം സദാ നേരത്തും അല്ലാഹു വർഷിച്ചു കൊണ്ടിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആനും പരിശുദ്ധ പ്രമാണങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മാനവരാശിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് സൂറത്തുൽ മുൽക്കിൽ കാണാൻ കഴിയും. അല്ലാഹു തആല ചോദിക്കുകയാണ്, അമിൻതും, മനുഷ്യരെ നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ പേടിക്കുന്നില്ലയോ? നിങ്ങൾ നിർഭയരാണോ? മൻ ഫിസ് സമാഇ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ആകാശ ലോകത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയായ പടച്ച റബ്ബ്, ആ റബ്ബിന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്കൊരു ശിക്ഷ വന്നെത്തുകയില്ല എന്ന് നിങ്ങൾ നിർഭയരാണോ? ഈ ഭൂമിയിലേക്ക് നിങ്ങൾ ആപ്പതിക്കുകയില്ല എന്നും ഈ ഭൂമി നിങ്ങളെ വിഴുങ്ങിക്കളയുകയില്ല എന്നും നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ മാനവരാശിയോട് ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ. അമിൻതും, പിന്നെയും നിങ്ങൾ നിർഭയരാണോ?
പിന്നെയും നിങ്ങൾ പേടിക്കുന്നില്ലയോ? ആകാശലോകത്തിന്റെ അധികാരിയായ റബ്ബ്, ആകാശലോകത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് നിങ്ങൾക്ക് ചരൽ വർഷം നിങ്ങൾക്ക് ഇറക്കുന്നതിനെ സംബന്ധിച്ച്, നിങ്ങൾ നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിക്കാത്തത് എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യരോടാണ് ചോദിക്കുന്നത്. അഥവാ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ ഹൃദയാന്തരാളങ്ങളിൽ എപ്പോഴും നിലനിൽക്കണം എന്ന പാഠമാണ് വിശുദ്ധ ഖുർആൻ ആ 2 വചനങ്ങളിലൂടെ നമ്മളോട് ഉണർത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് എപ്പോഴും പടച്ചോനിൽ ഒരു പേടിയുണ്ടെങ്കിൽ, റബ്ബിനെ പേടിക്കുന്ന, റബ്ബിനെ മനസ്സിൽ പടച്ചവനെ കുറിച്ചുള്ള ഒരു പേടി, ഒരു ഹൈബത്ത്, അത് നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പടച്ചവനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതൊരു വെളിച്ചം പോലെയാണ് എന്നാണ്. ഒരു വെളിച്ചം പോലെയാണ്. അവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, അവൻ ചെന്ന് മുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഒരു റബ്ബിനെ പേടിയുള്ള മനുഷ്യന് പെട്ടെന്ന് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുമെന്നാണ്. ഒരു പ്രകാശമുള്ളവന്റെ കൈകളിൽ അവന് ഇരുട്ടിൽ തപ്പിത്തടയാതെ എളുപ്പം സഞ്ചരിക്കാൻ കഴിയുന്നത് പോലെ അള്ളാഹുവിനെ പേടി മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്ക് വഴി കാണിക്കുമെന്നാണ്. നല്ലത് തെരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകും. അവന്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന മേഖലകൾ അല്ലാഹു നന്നാക്കി കൊടുക്കുമെന്നാണ്. ആലോചിക്കൂ സഹോദരങ്ങളെ, ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? പടച്ച റബ്ബ് എന്റെ ജീവിതത്തിൽ ഇടപെടണം എന്ന് ആഗ്രഹിക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യഖൂലുല്ലാഹു അസ്സ വജല്ല വഇസ്സതി, എന്റെ പ്രതാപത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ, എന്റെ അടിമകളിൽ ഒരാൾക്ക് പോലും 2 ഭയങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. അവന്റെ ഹൃദയത്തിൽ 2 ഭയങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. വലാ അജ്മഉ ലഹു അംനൈൻ, 2 നിർഭയത്വവും അവന്റെ മനസ്സിൽ ഒരുമിച്ച് കൂടുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദാ അമിനനി ഫിദ് ദുനിയാ, ദുനിയാവിൽ അവന്റെ ജീവിതത്തിൽ അവൻ എന്നെ കുറിച്ച് യാതൊരു പേടിയുമില്ലാതെ, എന്നെ യാതൊരു നിലക്കും അവന്റെ മനസ്സിൽ പേടിയില്ലാതെയാണ് അവൻ ജീവിക്കുന്നത് എങ്കിൽ അഖഫ്തുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവനെ നല്ലവണ്ണം ഭയപ്പെടുത്തും. യൗമുൽ ഖിയാമത്തിൽ ഈ പേടിയില്ലാതെ നടന്നതിന്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ പടച്ചവനെ പേടിക്കാതെ നടന്നതിനും ഖിയാമത്ത് നാളിന്റെ അന്ധകാരത്തിൽ അവനെ നന്നായി ഭയപ്പെടുത്തുമെന്നാണ്. ആലോചിക്കൂ സഹോദരങ്ങളെ, നന്നായി ഭയപ്പെടുന്ന നിമിഷങ്ങളുണ്ട് എന്നാണ്, നിമിഷാർത്ഥങ്ങളുണ്ട് എന്നാണ്. മനുഷ്യന്മാരെ അട്ടഹസിച്ച് കരയുന്ന ചില രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. എന്താ? വിചാരണ നടക്കുമ്പോൾ അവന്റെ കർമ്മങ്ങൾ അവൻ നേരിൽ കാണും. മറ്റൊന്ന് നരകത്തെ കാണുമ്പോഴാണ്. നരകത്തെ കാണുമ്പോഴും ആ മനുഷ്യൻ അട്ടഹസിക്കുമെന്ന്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ മറ്റൊന്ന് കരയുന്ന, ഒരു ഇരട്ടി ദുഃഖം ലഭിക്കുന്ന മറ്റൊരു രംഗം, ആ നരകത്തിൽ നിന്നും അവന് മോചനമില്ലാതെ അവനെ തുടർന്നുകൊണ്ടേയിരിക്കും ആ നരകത്തിൽ നിന്ന് തിരിച്ചറിയുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഖഫ്തുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ നാം അവനെ ഭയപ്പെടുത്തുന്നതാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഖാഫനി ഫിദ് ദുനിയാ, അതല്ല, ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ എന്നെ കുറിച്ചുള്ള ബോധം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അമ്മൻതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ നിർഭയനായിരിക്കും. സകല പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും, ഖിയാമത്തിന്റെ സകല ഭീതിയിൽ നിന്നും അവൻ സുരക്ഷിതത്വം ഞാൻ നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഖുദ്സിയായ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആലോചിക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുകൾ എന്ന് ആലോചിക്കൂ, മലക്കുകൾ എത്ര വലിപ്പമുള്ളവരാണ്. ആകാരം കൊണ്ട്, റബ്ബിലേക്ക് ഉള്ള സാമീപ്യം കൊണ്ട് മലക്കുകൾ എത്ര വലിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ചക്രവാളത്തെ മറയുവോളം ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നീട് ചക്രവാളം എനിക്ക് കാണാൻ പറ്റാതെയായി എന്നാണ്. ആകാശലോകത്തിന്റെ ഒരു ഒട്ടുപോലും, ഒരു പൊടിത്തൊങ്ങൽ പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ ജിബ്രീലിന്റെ വലുപ്പം യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു എന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് ചോദിക്കുകയാണ്. ഒരിക്കൽ സ്വഹാബത്ത് ഒന്നിച്ചിരിക്കുന്ന സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, തസ്മഊന മാ അസ്മഅ, ഞാൻ കേൾക്കുന്ന വല്ലതും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വല്ലതും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഖാലൂ മാ നസ്മഉ മിൻ ശൈ, സഹാബിമാര് പറഞ്ഞു, നബിയേ, യാതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങ് കേൾക്കുന്ന ഒന്നും ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നി ലഅസ്മഅ, എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആകാശലോകത്തിന്റെ ചില ശബ്ദമുഖരിത എനിക്ക് കേൾക്കാൻ കഴിയുന്നു. എന്നിട്ടോ അത് ഇത്രമാത്രം ശബ്ദമുഖരിതമാകാൻ മാത്രം കടപ്പെട്ടിരിക്കുന്നു. വമാ ഫീഹാ, ആ ആകാശലോകത്തില്ല മൗളിഉ ശിബ്രിൻ ഇല്ലാ വഅലൈഹി മലകുൻ സാജിദുൻ ഔ ഖായിമുൻ, ഒരു ചാണ് പോലും സ്ഥലം ആകാശലോകം ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഇല്ലാ വമലകുൻ സാജിദുൻ ഔ വാളിഉൻ ഔ ഖായിമുൻ, ഒരു മലക്കെങ്കിലും അവിടെ സുജൂദ് നിർവഹിക്കുകയോ അള്ളാഹുവിനെ സാഷ്ടാംഗം നമിക്കുകയോ അള്ളാഹുവിനെ പ്രണമിക്കുകയോ ചെയ്യാതെ ആകാശലോകത്തിന്റെ അബ്രപാളികളിൽ ഒരു ചെറിയ ചാണ് പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ആ ആകാശലോകം അട്ടഹാസം മുഖരിതമായി ശബ്ദമുഖരിതമാകാൻ കടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ റബ്ബിനെ പേടിച്ച് അങ്ങനെ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ, ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത്, വമാ ഫീഹാ മൗളിഉ അർബഇ അസാബിഅ, ഈ ആകാശലോകത്ത് 4 വിരലുകളെ ചേർത്ത് വെക്കാനുള്ള സ്ഥലം പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഇല്ലാ വമലകുൻ വാളിഉൻ ജബ്ഹതഹു ലില്ലാ, ഏതെങ്കിലും ഒരു മലക്ക് അല്ലാഹു തആലക്ക് വേണ്ടി സുജൂദ് നിർവഹിച്ചിട്ടല്ലാതെ ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ആകാശലോകത്ത് ഒഴിഞ്ഞു കിടക്കുന്നില്ല. അങ്ങനെ അസംഖ്യം മലക്കുകൾ, എണ്ണമറ്റ മലക്കുകൾ റബ്ബിനെ പേടിച്ച് അല്ലാഹു തആലയെ പേടിച്ച് അല്ലാഹുവിനെ ആരാധന എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആലോചിക്കൂ, സുബ്ഹാനല്ലാഹ്. ആകാശലോകങ്ങൾ മുഴുവൻ പടച്ചവന് സ്തോത്ര കീർത്തനങ്ങൾ നടത്തി അല്ലാഹുവിനോട് ഒതുങ്ങിക്കൊടുക്കുന്ന മലിക്കുൽ ജബ്ബാറായ നാഥൻ, സുബ്ഹാനല്ലാഹ്. ആലോചിക്കൂ സഹോദരങ്ങളെ, ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞു? റസൂലുള്ളാഹി പറയാണ്, വല്ലാഹി ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അഅലം, ഞാൻ അറിഞ്ഞിരുന്ന പലതിനെ സംബന്ധിച്ചും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും നിങ്ങളും കൂടി അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല, നിങ്ങൾ കുറച്ച് മാത്രമേ പുഞ്ചിരിക്കുവാനും ചിരിക്കുവാനും നിങ്ങൾക്ക് കഴിയുമായിരുന്നുള്ളൂ. ആ ഹദീസ് ഇപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ ആ ഹദീസ് കേട്ടിട്ടുണ്ട്, പ്രവാചകന് കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, ധാരാളം കരയുമായിരുന്നു എന്ന് പറയുന്ന ഹദീസ് പലവരും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഹദീസ് പ്രവാചകൻ പറഞ്ഞ സന്ദർഭം ഇങ്ങനെ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി പറയാണ്. വലബകൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. വമാ തലദ്ദത്തും ബിന്നിസാഇ അലൽ ഫുറുഷ്, പിന്നെ പറഞ്ഞ വാചകങ്ങൾ മനസ്സിൽ അടിവരയിട്ട് വെച്ചോ സഹോദരങ്ങളെ. റസൂലുള്ളാഹി പറയാണ്, വമാ തലദ്ദത്തും ബിന്നിസാ, ഒരു വിരിപ്പിൽ നിങ്ങളുടെ ഭാര്യയുമൊത്ത് നിങ്ങൾ ഒപ്പം കിടന്നുറങ്ങുക പോലും ചെയ്യുമായിരുന്നില്ല. അത്രക്ക് ഗൗരവകരമായത്, അത്രക്ക് നിങ്ങൾക്ക് ജീവിതത്തിന്റെ സകല സുഖങ്ങളും നിങ്ങൾ ഉപേക്ഷ വരുത്താൻ മാത്രം പര്യാപ്തമായ ഒരു ഗൗരവകരമായ കാര്യത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞത്. വല ഖറജ്തും ഇല സുഅദാതി തജ്അറൂന ഇലല്ലാഹ്, പടച്ചവനെ പേടിച്ച് അല്ലാഹുവിനെ പേടിച്ച് നടുങ്ങി നിങ്ങൾ നിങ്ങളുടെ വീടുകൾ വിട്ട് വെളിം പ്രദേശങ്ങൾക്ക് നിങ്ങൾ ഓടിപ്പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി ഞാനൊരു മനുഷ്യനായി ജനിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ജീവനില്ലാത്ത ഒരു പിഴുത് എറിയപ്പെടുന്ന ഒരു മരമായിരുന്നെങ്കിൽ എന്ന് പോലും പ്രവാചകന്റെ ആ വചനങ്ങൾ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ എത്രത്തോളം നമ്മൾ അല്ലാഹുവിനെ പേടിക്കണം, എത്രത്തോളം നമ്മൾ അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആൻ പറയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വിശുദ്ധ ഖുർആനിൽ പറയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ,
ആരെങ്കിലും അള്ളാഹുവിന്റെ മഖാം എന്ന് പറഞ്ഞാൽ എന്താ? പോയി നിൽക്കുന്ന സ്ഥലം എന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ ആത്മീയമായ ലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ശൂന്യമായ കൈകളുമായി എങ്ങനെ സൃഷ്ടിച്ചോ അങ്ങനെ പോയി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. എങ്ങനെ സൃഷ്ടിച്ചോ അങ്ങനെ പോയി റബ്ബിന്റെ മുമ്പിൽ വെറും കൈകളുമായി എല്ലാം സമ്മതിച്ചു കൊടുത്തൊരു നിർത്തുണ്ട്. ഈ ദുനിയാവിൽ അവൻ കൈകാര്യം ചെയ്തതുമില്ല, അവന്റെ കൂടെയുള്ള ബന്ധങ്ങളില്ല, അവന്റെ സ്വാധീനങ്ങളില്ല. ആ മനുഷ്യൻ മാത്രമേ അള്ളാന്റെ മുമ്പിലുള്ളൂ. അങ്ങനെ പോയി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന സ്ഥാനത്തെ ഒരാൾ പേടിച്ചാൽ ജന്നതാൻ, 2 സ്വർഗങ്ങൾ ആ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന 2 സ്വർഗങ്ങൾ. ആലോചിച്ചു, ഒന്നല്ല 2 സ്വർഗങ്ങളാണ് ആ വ്യക്തിക്കുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പടച്ചോനെ പേടിയുണ്ടെങ്കിൽ ഈ പള്ളി നിറയില്ലേ സുബഹിന്റെ നേരത്ത്? നമ്മുടെ നാട്ടിലുള്ള പള്ളികളായ പള്ളികളെല്ലാം സുബഹിന്റെ നേരത്ത് കാലിയാകുന്നത് 1-2 സഫുകളായി കുറയുന്നത് എന്താ? വിശ്വാസമില്ലാത്ത വിശ്വാസികൾ പെരുകുന്നത് കൊണ്ടാണ്. വിശ്വാസമില്ലാത്ത വിശ്വാസികൾ പെരുകുന്നത് കൊണ്ടാണ്. ഇത് ബോധപൂർവം പറഞ്ഞ സഹോദരങ്ങൾ, നിസ്കാരത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ബോധം അത് നിലനിർത്താൻ നമുക്ക് സാധിച്ചില്ല. നമ്മളും പറയുന്നു നമ്മളും വിശ്വാസികളാണ്. പുതുവസ്ത്രം ധരിച്ച് റോഡ് നിറഞ്ഞു കവിയും ഈദ്ഗാഹുകളിൽ. റമദാൻ മാസം കടന്നു വന്നാൽ നിറഞ്ഞു ചൊരിഞ്ഞ് കവിയും മാർക്കറ്റുകളും അങ്ങാടികളും. അതുവരെ ഇല്ലാത്ത ഭക്തി, ആ വിശ്വാസമൊക്കെ എവിടെയാണ് സഹോദരങ്ങളെ പോകുന്നത്? എവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ ചോർന്നൊലിച്ചു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. പടച്ചോനോടുള്ള പേടി, റബ്ബിനോടുള്ള ഭയം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട് എന്ന് അവനാന് സ്വയം ഒന്ന് ചിന്തിക്കുക സഹോദരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഈ വിഷയത്തിൽ, 2 സ്വർഗങ്ങൾ റബ്ബിന്റെ മഖാമിനെ പേടിച്ച വ്യക്തിക്ക് അല്ലാഹു നൽകും എന്ന് പറഞ്ഞോടത്ത് കാണാം. തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ജന്നതാനി ബുസ്താനാനി ഫി അർളിൽ ജന്ന. 2 സ്വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വലിയ മഹാതോട്ടങ്ങളാണ്. വലിയ ഒരു സാമ്രാജ്യമാണ് അല്ലാഹു കൊടുക്കുക. കുല്ലു ബുസ്താനിൻ മസീറതു 100 ആം. അതിൽ ഓരോ തോട്ടങ്ങളും 100 വർഷത്തെ വഴി ദൂരത്തിന്റെ വിസ്തൃതിയുണ്ട്. 100 വർഷം പുരുഷായുസ്സിൽ ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ കിട്ടാവുന്ന ദൂരത്തിലാണ് അതിന്റെ വിസ്തൃതിയുള്ളത്. ഒരു പടച്ചോനെ പേടിയുള്ള ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലം പരലോകത്ത് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലു ബുസ്താനിൻ ദാറും മിൻ നൂരിൻ വലൈസ മിൻഹാ ശൈഉൻ ഇല്ലാ യഹ്തസ്സു നഅമതൻ വഖദറാ. അതിന്റെ നടുക്കിൽ പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം ഉണ്ടായിരിക്കുമെന്നാണ്. 100 വർഷത്തെ വഴിദൂരത്തിന്റെ വിസ്തൃതിയുള്ള ഓരോ തോട്ടങ്ങളുടെ മധ്യത്തിലും ആ വ്യക്തിക്ക് പ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം, ഒരു കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പടച്ചവനെ പേടിച്ചാൽ, ജീവിതത്തിൽ അല്ലാഹു തആലയെ കുറിച്ചുള്ള ബോധം നിലനിർത്തി കഴിഞ്ഞാൽ, ആ റബ്ബിന്റെ പേടി മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകുന്ന പ്രതിഫലവും അതില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടവുമാണ് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് വിശ്വാസികൾ സദാ നേരത്തും ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും എന്നൊരു ചിന്ത നിലനിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. പടച്ചോനെ, എന്റെ കാര്യങ്ങളുടെ എല്ലാം എല്ലാത്തിന്റെയും ഏറ്റവും പരമകാഷ്ഠ, ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നത് എന്റെ ദീനാണ്. ആ ദീൻ എനിക്ക് നന്നാക്കി തരണം പടച്ചോനെ. ആ ദീൻ എനിക്ക് നന്നാക്കിക്കൊണ്ടേയിരിക്കണം റബ്ബേ. സ്വലാഹ് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ പൊടി തട്ടി വളരെ മെച്ചപ്പെടുത്തതാക്കി മാറ്റുകല. അങ്ങനെ എനിക്ക് എന്റെ ദീനിനെ കൂട്ടി നൽകണേ പടച്ചോനെ. ദുനിയാവിനെ മറന്നുപോയില്ല. ഈ ദുനിയാവ്, ഞാൻ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിലും എനിക്ക് നന്മകൾ നൽകണേ റബ്ബേ. എനിക്ക് തിരിച്ചു പോകാനുള്ളൊരു ലോകം ഇവിടെ തിരിച്ചു പോകുന്നതാണ്, ഇത് നശിച്ചു പോകുന്നതാണ്. ഈ ലോകം കഴിഞ്ഞാൽ എനിക്ക് പോകാനുള്ള ആഖിറത്ത്, ആ പരലോകത്തേക്കുള്ള മടക്കം അത് നന്നാക്കി തരണേ അല്ലാ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. വജ്അലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ
എനിക്കൊരു ആയുസ്സുണ്ടെങ്കിൽ, എനിക്കൊരല്പം ആയുസ് നൽകുന്നുവെങ്കിൽ അത് സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, എല്ലാ നന്മകളിലും അധികം നിർവഹിക്കാൻ, ഒരു നന്മയെങ്കിലും അധികം ചെയ്യാനുള്ള അവസരമാക്കി എന്റെ ആയുസ്സിനെ മാറ്റണേ റബ്ബേ. എനിക്കൊരു ആയുസ് നൽകുന്നുവെങ്കിൽ ആ ആയുസ്സിൽ ഒരു നന്മയെങ്കിലും അധികം ലഭിക്കുവാനുള്ള അവസരമാക്കി മാറ്റണേ പടച്ചോനെ എന്നുള്ളതാണ് പ്രാർത്ഥന. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസാന വാചകം വജ്അലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, എന്റെ മരണം ഈ ദുനിയാവിന്റെ സകല കെട്ടുപാടുകളിൽ നിന്നും, ഈ ദുനിയാവിന്റെ സകല പോരായ്മകളിൽ നിന്നും, സകല പ്രശ്നങ്ങളിൽ നിന്നുള്ള റാഹത്താക്കി മാറ്റണേ പടച്ചോനെ. ഈ ദുനിയാവിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു കരകയറ്റമാക്കി എന്റെ മരണത്തെ മാറ്റണേ പടച്ചോനെ. ഇതാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന എന്നുള്ളത്. സഹോദരങ്ങൾ, ഇതാണ് ഒരു വിശ്വാസിയുടെ ആഗ്രഹം. ഒരു വിശ്വാസിയുടെ മനസ്സാണ് ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും എന്താ ഉണ്ടാവുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ ദീനും ഈ അറിവും ഒക്കെ നേടിയിട്ട് ഉത്ബുദ്ധരായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ദീനിനെ തള്ളിപ്പറയുന്ന, ഈ ദീനിനെ കളവാക്കുന്ന ആളുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലേ? നമുക്ക് ഈമാനും അമലും ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ ദീനിനെ കളവാക്കുന്നതാണ്, ഈ ദീനിനെ താറടിച്ച് കാണുന്നതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ സംശയമാണ്, ഇതൊക്കെ ഉണ്ടായിരിക്കോ, ഇതൊക്കെ വെറുതെ ആയിരിക്കോ എന്നുള്ള സംശയം അവിശ്വാസികൾ, ഇതിനെ കളവാക്കുന്നവർ, ഇതിനെ നിഷേധിക്കുന്നവർ, മരണത്തിനപ്പുറം ഒരു ലോകമില്ല എന്ന് വിശ്വസിക്കുന്നവർ, അവർക്ക് ഇതൊക്കെ പുച്ഛാണ്. അവിശ്വസിക്കുന്നവൻ എന്തിനേയും അവിശ്വസിക്കും, കളവാക്കുന്നവനെ എല്ലാത്തിനെയും കളവാക്കും, ഒന്നിനെയും അവന് വിശ്വസിക്കില്ല. മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ വിശ്വസിക്കണമെങ്കിൽ ഖബർ തുറഞ്ഞ് അതിൽ വീഡിയോ വെച്ച് ഒരു മലക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടാൽ മാത്രമേ അവന് വിശ്വാസമാവുകയുള്ളൂ, അവന് ബോധ്യപ്പെടുള്ളൂ. അപ്പോഴും ബോധ്യപ്പെടും എന്നുള്ളത് സംശയമാണ്. സഹോദരങ്ങളെ, കളവാക്കുന്നവനെ എന്തിനാ കളവാക്കാത്തത്? അതുകൊണ്ട് അവരുടെ സ്വാധീനം നമ്മുടെ ദീനീ ജീവിതത്തിൽ, നമ്മുടെ ദീനീ ചിന്തയിൽ അവിശ്വാസികൾ ഈ ലോകത്തെ കാണുന്നത് നമ്മുടെ മനസ്സിൽ അന്തരാക്കാൻ പാടില്ല, നമ്മുടെ ദീനിനെ അന്തരാക്കി മാറ്റാൻ പാടില്ല. അവർക്ക് ഈ ദുനിയാവിനോടുള്ള നിലപാട്, അവർക്ക് ഈ ദുനിയാവിനോടുള്ള കാഴ്ച നമ്മുടെ ദീനിൽ നമ്മളെ അന്തരാക്കി മാറ്റരുത്. വിശുദ്ധ ഖുർആൻ അവരോടാണ് നമ്മളോട് പറയുന്നത്, അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ആമുഖമായി ഓതി വെച്ച ആയത്തിൽ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൂറിലൂടെ അത്തരം ആളുകളെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ഫദറുഹും ഹത്താ യുലാഖൂ, ഫദറുഹും, നിങ്ങൾ അവരെ വിട്ടേക്കുക, നിങ്ങൾ അവരെ ഒഴിവാക്കിയേക്ക്. ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ ഫീഹി യുസ്അഖൂൻ, ബോധം കെട്ട് മറിഞ്ഞു കെട്ടി വീഴുന്ന ഒരു ദിവസം അവർ കാണും. ആ കാണുന്ന ദിവസം അവർക്ക് ഇതൊക്കെ ബോധ്യപ്പെടും. ആ ദിവസം വരെ അവരെ കാത്തേക്ക്, ആ ദിവസം അവർ കണ്ടുമുട്ടാന്നതിലേക്ക് അവരെ വിട്ടേക്കൂ, അവരെ ഒഴിവാക്കിയേക്കൂ, അവർ ഈ ദുനിയാവിൽ വിഹരിച്ചോട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അവിശ്വാസികളെ സംബന്ധിച്ചും പരലോക ബോധമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചുമാണ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. യൗമലാ യുഗ്നി അൻഹും കൈദുഹും ശൈആ, അവരുടെ ഒരു കുതന്ത്രവും പ്രയോജനപ്പെടുത്താത്ത ഒരു ദിവസം. വലാഹും യുൻസറൂൻ, അവർക്കൊരാളെ പോലും സഹായിയായി കണ്ടെത്താൻ കഴിയാത്തൊരു ദിവസം. മറിഞ്ഞുകെട്ടി വീണു കഴിഞ്ഞാൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ദിവസം, അവരുടെ ദുനിയാവ് തീർന്നു പോകുന്ന ദിവസം, അവരുടെ പരലോകത്തേക്ക് കർമ്മങ്ങളെ കാണാനുള്ള തിരിച്ചുപോക്കിന്റെ ദിവസം എല്ലാം അവർക്ക് ബോധ്യപ്പെടും. അവര് നിഷേധിച്ചു തള്ളിയതും കളവാക്കിയതും ഒക്കെ അവർക്ക് ബോധ്യപ്പെടാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അത്തരക്കാരെ സംബന്ധിച്ച് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദീനിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം, യഖീന് വേണമെന്നാണ്, ഉറച്ച വിശ്വാസം വേണം. മരണാനന്തരമുള്ള ജീവിതത്തിൽ ഇന്നൊരു ലോകങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ ലോകത്തിന് വേണ്ടി ഞാൻ തയ്യാറാവണമെന്നും ഉള്ള ബോധം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നത്, റബ്ബിനെ പേടിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ലോകത്ത്
നമ്മുടെ ദീനും നമ്മുടെ വിശ്വാസവും ഒക്കെ അപ്രസക്തമാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നിസ്കാരം. വളരെ പ്രധാനമാണ്. എല്ലാത്തിന്റെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചാൽ കാഫിറാകുന്ന, ദീനിന്ന് പുറത്തു പോകുന്ന ഒരേ ഒരു കർമ്മേ ഉള്ളൂ, ഒറ്റ കർമ്മം. ഒഴിവാക്കിയാൽ കാഫിറാകുന്ന ഒരേ ഒരു കർമ്മേ ഉള്ളൂ, അത് നിസ്കാരാണ്. നിസ്കാരം അതിന്റെ നിർബന്ധത്തെ അറിഞ്ഞ് അത് നിർബന്ധമാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് അതിന്റെ നിർബന്ധത്തെ നിഷേധിച്ച് ഉപേക്ഷിക്കുന്ന വ്യക്തി കാഫിറാണ് എന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ആലോചിച്ചു, എത്ര വലിയ നിർബന്ധത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് റസൂലുള്ളാഹി കരഞ്ഞു എന്നാണ്. ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും യാത്ര പോവുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്താൻ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു യാത്രയുടെ ക്ഷീണത്താൽ ബിലാൽ റളിയല്ലാഹു ഉറങ്ങിപ്പോയി എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ രണ്ട് കാലുകൾക്കിടയിലാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു. അദ്ദേഹം സൂര്യന്റെ ഉദയത്തോടുകൂടി കിരണങ്ങൾ മുഖത്തടിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരും പ്രവാചകനും നിസ്കാരത്തിനു ശേഷം ആ മണ്ണിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്നാണ്. നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടെ ഇരുന്ന് കരഞ്ഞു എന്നാണ്. ആലോചിച്ച് നോക്കൂ, ഒരു യാത്രയുടെ പേരിൽ പോലും ആ നിസ്കാരത്തിന്റെ വഖത്തിൽ ഒരു സ്വല്പ വ്യത്യാസം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കണ്ട ഗൗരവം എത്രയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മരണത്തിന്റെ ദൃസാക്ഷി എന്നതുപോലെ നമുക്ക് വിവരിച്ചു തരുന്ന ഒരു രംഗമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈയിട്ട് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ച് പ്രവാചകന്റെ കാലുകൾ നിലത്തുറക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹ ഹുജറയുടെ പുറത്ത് പ്രവാചകൻ തിരിച്ചു പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു അടിച്ച് അവശനാക്കിയ ഒരു വ്യക്തിയെ കൊണ്ടുപോകും പോലെ കാലുകൾ മണ്ണിൽ വലിച്ചഴച്ചാണ് പ്രവാചകനെ പള്ളിയിൽ കൊണ്ടുപോയത്. അത്രയേറെ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആലോചിക്കൂ, എല്ലാവർക്കും ഏതവസ്ഥയിലും നിസ്കാരമുണ്ട്. രോഗിയായ മനുഷ്യന് നിസ്കാരമുണ്ട്. ബോധമുള്ള ഒരു മനുഷ്യൻ കട്ടിലിൽ രോഗിയായി കൈകാലുകൾ ചലനമില്ലാതെ കിടക്കുന്ന നിശ്ചലാവസ്ഥയിലും അവന്റെ കണ്ണുകൾ ഉപയോഗിച്ച് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണമെന്നാണ്. കണ്ണുകൾ ഉപയോഗിച്ച് ആംഗ്യം കാണിച്ച് മനസ്സിൽ ചൊല്ലിപ്പറഞ്ഞ് ആ വ്യക്തിക്ക് നിസ്കാരമുണ്ട് എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും ഒഴിവാക്കി കൊടുക്കാത്ത ഒന്നാണ് നിസ്കാരം. യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും ഒഴിവില്ല. 3 ഘട്ടത്തിലാണ് യുദ്ധത്തിന്റെ നിസ്കാരം ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഒരു രംഗം, ഒരു സൊഫ് കാവല് നിൽക്കും, പിറകിൽ മറ്റൊരു സൊഫ് നിന്ന് നിസ്കരിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് ഒരു റക്അത്ത് അവർ സ്വയം പൂർത്തീകരിക്കുമെന്നാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ വാള് കയ്യിൽ പിടിച്ചു പോലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതി നിസ്കാരണ്ട് കൂട്ടരെ. വാളുകൾ കയ്യിൽ പിടിച്ച് യുദ്ധം നടത്തുമ്പോഴും ശത്രുവിനെ എതിരേൽക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആകൾ ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കണമെന്നാണ്. നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അത്ര ഗൗരവമുണ്ട് നിസ്കാരത്തിന്. ആ നിസ്കാരത്തിന് എന്ത് വിലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, എന്ത് നിലയാണ് നമുക്കുള്ളത്. നിസ്കാരം നടക്കുമ്പോ പോലും ഈ റോഡിന്റെ സൈഡിൽ ചായ കുടിച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ. എന്ത് ഗൗരവമാണ് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു ഗൗരവം നമുക്ക് കാണാൻ കഴിഞ്ഞോ? ആ നിസ്കാരത്തിന്റെ ഗൗരവം ഇനിയും എന്തേ നമുക്ക് ബോധ്യപ്പെടാത്തത്? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നാണ്, നിർബന്ധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവരുടെ വീടുകൾ തീ കത്തിക്കണമെന്നാണ്. അവരുടെ വീടുകളിൽ നിസ്കാരം ജമാഅത്ത് നിർബന്ധമല്ലാത്ത സ്ത്രീകളും കുട്ടികളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. അത്ര പ്രവാചകൻ കാഠിന്യത്തോടുകൂടി കാരുണ്യത്തിന്റെ പ്രവാചകൻ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നിസ്കാരത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉറങ്ങിപ്പോയാൽ ഇന്നലെ നഷ്ടപ്പെട്ട നിസ്കാരം പോലും ഇന്നൊരു വ്യക്തിക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അപ്പ നിസ്കരിക്കണം. 2 ദിവസം മുമ്പ് ഒരു യാത്രയിൽ അയാൾ നിസ്കരിച്ചിട്ടില്ല എന്നിങ്ങനെ ചിന്തിച്ചപ്പോ ഓർമ്മ വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഓർമ്മ വന്നത്? അപ്പ നിസ്കരിക്കണം എന്നാണ് അന്നത്തെ നഷ്ടപ്പെട്ട നിസ്കാരം. ആലോചിക്കൂ സഹോദരങ്ങളെ, എത്ര കാര്യങ്ങൾ. 3 ദിവസത്തിനപ്പുറത്ത് ബോധം പോയാൽ മാത്രമാണ് ഖളാ വീട്ടേണ്ടാത്തത്. ആ 3 ദിവസത്തിനുള്ളിൽ ബോധം പോയതാണെങ്കിൽ ആ നിസ്കാരത്തെ ഖളാ വീട്ടണം എന്നുള്ളതാണ്. അത്രയേറെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് നിസ്കാരം. ശരീരം വേർത്തതിന്റെ പേരിൽ അത് നജസാണെന്നും കരുതിയിട്ട് അതിന്റെ പേര് പറഞ്ഞ് നിസ്കാരം മുടക്കുന്ന ആൾക്കാരുണ്ട്.
വിയർപ്പൊരിക്കലും നജസല്ല. വിയർത്തു എന്നുള്ളത് നജസല്ല. ആ പേര് പറഞ്ഞിട്ടാണ് പല ആളുകളും നിസ്കാരം ഒഴിവാക്കാറുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരലോകം ഏറ്റവും വലുതാണ്. നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ വേറൊരാളും വരാനില്ല. നമ്മുടെ നിസ്കാരം പൂർത്തീകരിച്ച് നിസ്കരിക്കാൻ ഒരാളുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന ഒരൊറ്റയാള് പോലും, ദീനിന്റെ മാർഗത്തിലല്ലാത്തൊരൊറ്റ വ്യക്തി പോലും നമുക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കുക പോലും ചെയ്യുകയില്ല. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പണം കണ്ട്, നിങ്ങളുടെ സുഹൃത്ത് ബന്ധം കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ആ വലിച്ചു കെട്ടിയ ദാർപ്പായുടെ താഴെ എത്ര നേരം ആ ചുവന്ന കസേരയിൽ ഇരിക്കാൻ കൂട്ടാക്കും? എത്ര നേരം നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ കബറിങ്ങൾ വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നിങ്ങളുടെ കൂടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന എത്ര ആളുകൾ 5 മിനിറ്റിൽ തികച്ച് അവിടെ കാത്തു നിൽക്കും? അതുകൊണ്ട് നമുക്ക് നമ്മൾ മാത്രമായി തീരുന്ന, നമ്മൾ ഒറ്റക്കായി തീരുന്ന ഒരു ലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ.